നവമി ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടും ഇതുവരെ ഇവിടെയുള്ള വീഡിയോസ് ഒന്നും കഴിഞ്ഞില്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവൂലേ. പക്ഷേ കുറേ ദിവസത്തെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്ലോഡ് ചെയ്യാൻ ലേറ്റായി പോയതുകൊണ്ടാട്ടോ. ഇത് നവമിക്ക് എടുത്ത വീഡിയോ ആണ്. കഴിഞ്ഞിട്ട് നടക്കാൻ പോകുന്ന ആരെയെങ്കിലും നിങ്ങൾ കണ്ടിക്കോ? വേറെ ഒരു രക്ഷയില്ല. കാരണം വിളക്ക് കത്തിക്കുന്നതിനെ കൊണ്ട് രാവിലെ കുളിച്ച് വിളക്ക് കത്തിച്ചതിന് ശേഷം കേട്ടോ നടക്കാൻ പോകുന്നത്. ഇപ്പോഴത്തേക്ക് നല്ലോണം വെളിച്ചായിട്ട് നല്ല വെളിച്ചായിട്ടുണ്ട്. പക്ഷെ എന്നാലും നടക്കുന്ന വെറുതെ മുടക്കണ്ടല്ലോ. വേഗം നടക്കട്ടെ. ഏതായാലും തുടങ്ങി വെച്ച കാര്യമല്ലേ മുടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ. പക്ഷെ ഇതിൻ്റെ ആയുസും ഭയങ്കരമായിട്ടൊന്നും ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട. ഇതാ ഇപ്പോൾ ഈ വോയിസ് പറയുന്ന ടൈമിൽ ഞാൻ നടക്കാൻ പോകില്ല കേട്ടോ. മാക്സിമം ഒരാഴ്ച അത്രത്തോളമൊക്കെയേ പോയിട്ടുള്ളൂ. അപ്പോൾ സിദ്ധസമാജത്തിൻ്റെ അടുത്തം വരെ നടന്നിട്ട് വേഗം തിരിച്ച് നടക്കുന്നുണ്ട്. കാരണം വീട്ടിൽ പോയിട്ട് ഫുഡ് വെക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നടന്ന് വന്നു കഴിഞ്ഞാൽ ഭയങ്കര മടിയാട്ടോ. അതുകൊണ്ടാണ് അവിടെ വെച്ച് നിർത്തുന്നത്. അധികവും ഞാൻ നമ്മളെ കാവിൽ അമ്പലത്തിൻ്റെ അടുത്ത് വരെ പോവലുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ സിദ്ധസമാജത്തിൽ വെച്ച് നിർത്തിയിട്ടോ. അങ്ങനെ തിരിച്ച് വന്നതിന് ശേഷം ഫുഡ് ഉണ്ടാക്കുകയാണേ. കാര്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് സോയാബീൻ്റെ കറിയാണ്. സോയാബീൻ്റെ കറിയും കോവയ്ക്ക് ഉപ്പേരിയാണ് ഇന്നത്തെ നമ്മളെ മെനു കേട്ടോ. അപ്പോൾ സോയാബീൻ എങ്ങനെയാണ് കറി വെക്കുക എന്ന് വെച്ചാൽ ചിക്കൻ്റെ അതേ ടേസ്റ്റിൽ വെക്കുമല്ലോ, ഉള്ളി ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് അങ്ങനെ മസാലക്കറി പോലെ വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ രാവിലെ തന്നെ പൂരി ആട്ടോ. പൂരിക്ക് സാധാരണ പോലെ ബാജി തന്നെ. അപ്പോൾ പൂരീൻ്റെ എല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി പൂരിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് ഞാൻ പൊടിപ്പിച്ചതാട്ടോ, ഗോതമ്പ് പൊടിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാനല്ല, ഏട്ടൻ്റെ ഭാര്യ പൊടിച്ച് കൊണ്ടുത്തന്നാട്ടോ സിന്ധിയേച്ചി. അപ്പോൾ ഞാൻ വലിയ അഹങ്കാരത്തിൽ ഞാൻ പൊടിപ്പിച്ചാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിപൊളി പൂരിയായിരുന്നേ. പിന്നെ അതേപോലെ കോവക്ക ഇങ്ങനെ നല്ല നീളത്തിലാട്ടോ ഇപ്രാവശ്യം അരിഞ്ഞത്. പിന്നെ നമ്മൾ മസാലക്കറി വെക്കുന്ന പോലെ ഉള്ളി ഉരുളക്കിഴങ്ങും പച്ചമുളകും ഇഞ്ചി കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ചിക്കൻ മസാല ഇട്ട് അതിലോട്ട് നമ്മൾ നല്ലോണം പൊതിർത്തി വെച്ച് ഇതുണ്ടല്ലോ നമ്മൾ സോയാബീൻ അതും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഇന്നത്തെ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കറി ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ നല്ലോണം വെന്ത് കഴിഞ്ഞിട്ട് ചിക്കൻ ഇടുന്ന എന്തൊക്കെ ഉണ്ടോ ആ സംഭവങ്ങളെല്ലാം ഇതിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാട്ടോ വരിക. മസാലകളെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് വേവിക്കുന്നുണ്ട്. ഒരു സൈഡിൽ നമ്മളെ കോവക്ക വേവുന്നുണ്ട്, ഒരു സൈഡിൽ നമ്മളെ കറി ആവുന്നുണ്ട് കേട്ടോ. ഇതാവുമ്പം മീനില്ലാത്തൊരു വിഷമം ഉണ്ടല്ലോ, അതങ്ങോട്ട് മാറിക്കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പരിപാടികൾ. ഈ മീനില്ലാത്ത ദിവസമൊക്കെ അധികം ഇവിടെ സോയാബീൻ തന്നെയായിട്ട് ഉണ്ടാക്കുക. അതാകുമ്പോൾ ഒന്നുമില്ലെങ്കിൽ പൊരിച്ചാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ആക്കിയാൽ മതി. പിന്നെ പപ്പടം. ഇതായിരുന്നു മെയിനായിട്ടുള്ള കാര്യങ്ങൾ നവമീൻ്റെ 10 ദിവസം. അപ്പോൾ ഇന്നത്തെ കറി ഇന്ന് ഇതാക്കാമെന്ന് വിചാരിച്ച് ഇതാവുന്ന സമയത്ത് രാത്രി വരെ അങ്ങോട്ട് ഒത്തു കിട്ടും കേട്ടോ. പിന്നെ എൻ്റെ എന്താ പറയുക, നമ്മളെ മുത്താറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ രാവിലെ തന്നെ അതും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ സ്പെഷ്യലുകളൊക്കെ ആയിരുന്നു. അടുത്ത വീഡിയോ കാണുന്നവരേക്ക്